ഇന്ന് കുട്ടികൾക്ക് ഞാൻ സ്റ്റഡി ചെയ്യാൻ കൊടുത്ത 2 ചെറുപഴമാണ് കേട്ടോ. അതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കാൻ അവർ കുറച്ച് മെനക്കെടുന്നുണ്ടായിരുന്നു, കാരണം ആദ്യമായിട്ട് എങ്ങനെ വരയ്ക്കുന്നത്. പിന്നെ കൊച്ചു കുട്ടികൾക്കും ഞാൻ ഇതുപോലെ സ്റ്റഡി ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോന്ന് വെച്ചാൽ കൊടുത്ത് അവരും അത്യാവശ്യം നന്നായിട്ട് വരച്ച് കളർ അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് വന്ന അടുത്ത ഡൗട്ട്, ചേച്ചി ഇതിന് ഫുള്ള് യെല്ലോ കളർ അടിച്ചു വെച്ചാൽ മതിയെന്ന്. അതിൽ യെല്ലോ മാത്രമല്ലല്ലോ വരുന്നേ, അതിന് ഷാഡോസ് വരുന്നുണ്ട്, ഹൈലൈറ്റ്സ് വരുന്നുണ്ട്, യെല്ലോ തന്നെ പല വേരിയേഷൻസ് അതിൽ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളത് നോക്കി കളർ പിക്ക് ചെയ്ത് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇവർക്ക് വരച്ച് കളറടിച്ച് കാണിച്ചു കൊടുത്തില്ല. അങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ അതുപോലെ തന്നെ അത് പകർത്തി വയ്ക്കും. അതിൽ വലിയ കാര്യമില്ലല്ലോ. ഇപ്പം 5 ആൾക്കാരാണ് ഇതുപോലെ 2 പഴം വെച്ച് വരച്ചിട്ടുള്ളത്. അപ്പം 5 പേരെയും 5 സ്റ്റൈലായിരിക്കും. ഈ 5 സ്റ്റൈൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ രീതിക്ക് ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കേണ്ടി വരും. അവർ തന്നെ ഒബ്സർവ് ചെയ്ത് കളറൊക്കെ കണ്ടുപിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 5 ടൈപ്പ് വർക്ക്സ് നമുക്ക് കിട്ടും. പിന്നെ ഇവർ യൂസ് ചെയ്തിരിക്കുന്ന മീഡിയം ഓയിൽ പേസ്റ്റിലാട്ടോ. ബാക്കിയുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ പെൻസിൽ ഡ്രോയിങ്ങും റിയലിസ്റ്റിക് വർക്ക്സ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായി. പിന്നെ ബിഗിനേഴ്സ് ഉണ്ട്, വർക്ക് ചെയ്ത് തുടങ്ങിയ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവരുടേതായ രീതിക്കുള്ളത് പറഞ്ഞു കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അക്രിലിക് പെയിൻറ്റിങ് ചെയ്തിരുന്ന 2 പേരുണ്ട്. അവരുടെ വർക്ക്സും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് അവർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു.